എല്ലാ മാന്യപ്രേക്ഷകർക്കും ജ്യോതിഷപർവം എന്ന നമ്മുടെ ചാനലിലേക്ക് സുസ്വാഗതം. പഞ്ചഭൂതങ്ങളുടെ അടിസ്ഥാനത്തിൽ നക്ഷത്രങ്ങളെ 5ആയി തിരിച്ചിട്ടുണ്ട്. പൃഥ്വി, ജലം, വായു, ആകാശം, അഗ്നി എന്നിങ്ങനെ. ഇതിൽ അഗ്നി നക്ഷത്രത്തിൽപ്പെട്ടവരുടെ പൊതുവായ സ്വഭാവ സവിശേഷതകളെക്കുറിച്ചും ജീവിതത്തിലെ ഗതിവിഗതികളെക്കുറിച്ചുമൊക്കെയാണ് നാം ഇന്ന് ചിന്തിക്കുന്നത്. എല്ലാ അഗ്നി നക്ഷത്രക്കാർക്കും ചാനലിലേക്ക് സ്വാഗതം. അഗ്നി നക്ഷത്രങ്ങൾ എന്ന് പറയുമ്പോൾ ഉത്രം, അത്തം, ചിത്തിര, ചോതി, വിശാഖം, അനിഴം എന്നീ ഗ്രൂപ്പിൽ വരുന്ന നക്ഷത്രങ്ങളാണ്. ഇവരുടെ ജീവിതത്തിലെ ഉയർച്ചതാഴ്ചകളെക്കുറിച്ചും ഇവർക്ക് പൊതുവായി വന്നു ഭവിക്കുന്ന ഫലങ്ങളെക്കുറിച്ചുമൊക്കെ നമുക്കൊന്ന് നോക്കാം. പഞ്ചഭൂതങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് അഗ്നിയായിട്ടാണ് പരിഗണിക്കുന്നത്. കാരണം എന്തിനേയും ശുദ്ധീകരിക്കാൻ കഴിയുന്ന അഗ്നിയെപ്പോലെ മറ്റൊന്നും തന്നെയില്ല. അഗ്നിക്ക് എന്തിനേയും ശുദ്ധീകരിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഏറ്റവും ശ്രേഷ്ഠമായി കരുതുന്നത് അഗ്നിയാണ്. ഒപ്പം തന്നെ എന്തിനേയും സംഹരിക്കാൻ കഴിയുന്നത് കൂടിയാണ് അഗ്നി എന്നൊരു സവിശേഷത കൂടിയുണ്ട്. അഗ്നി നക്ഷത്രക്കാരുടെ സ്വഭാവ സവിശേഷതകളിലും ഇവയൊക്കെ ഏറെക്കുറെ കാണാവുന്നതാണ്. ശ്രേഷ്ഠതയാർന്ന നക്ഷത്രമാണ്. ഒപ്പം ചിലപ്പോൾ തൊട്ടാൽ പൊള്ളുന്ന നക്ഷത്രവുമാണ് അഗ്നി നക്ഷത്രം എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഈ നക്ഷത്രക്കാർ പൊതുവെ ഉഗ്രകോപികളാണെന്ന് പറയാൻ കഴിയുകയില്ല. ശാന്തശീലത ഉള്ളവരും മാന്യമായി പെരുമാറാൻ കഴിയുന്നവരും നല്ല സംഭാഷണ ചാരുതയുള്ളവരും അതുകൊണ്ട് തന്നെ ആരെയും തങ്ങളിലേക്ക് അടുപ്പിക്കാൻ കഴിയുന്നവരുമാണെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. പക്ഷേ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ അവർ അഗ്നിയായി മാറാറുമുണ്ട്. അതായത് ഈ നക്ഷത്രത്തിൽപ്പെട്ടവർ സ്വാതന്ത്ര്യത്തിനും ആത്മാഭിമാനത്തിനും വളരെയേറെ പ്രാധാന്യം കൊടുക്കുന്നവരാണ്. തങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന തരത്തിൽ ആരെങ്കിലും പെരുമാറുകയോ അത്തരത്തിൽ ആരെങ്കിലും സംസാരിക്കുകയോ ചെയ്താൽ ഇവർ അഗ്നിയുടെ സ്വഭാവം കാണിക്കുന്നവരായി. അത്തരം സന്ദർഭങ്ങളിൽ ഇവരെ വല്ലാതെ പ്രതികരിക്കുകയും തൊട്ടാൽ പൊള്ളുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുമെന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. എന്നിരുന്നാൽ ഇവരുടെ നയപരമായ പെരുമാറ്റം കൊണ്ടും ആരെയും തങ്ങളിലേക്ക് ആകർഷിക്കാനുള്ള സംഭാഷണ ചാരുത കൊണ്ടുമൊക്കെ ഇവർ മറ്റുള്ളവർക്കിടയിൽ വളരെയേറെ പ്രശംസ അർഹിക്കുന്നവരാണ്. മാത്രവുമല്ല അനിതരസാധാരണമായ പല ഗുണസവിശേഷതകളുള്ളവരാണ് ഈ നക്ഷത്രക്കാർ എന്ന് പറയാവുന്നത്. ഇവർക്ക് പ്രവർത്തന മേഖലകളിൽ നന്നായി ശോഭിക്കാൻ കഴിയുന്നവരാണ്. ജീവിതത്തിൽ വളരെയേറെ ആഗ്രഹങ്ങൾ കൊണ്ട് നടക്കുന്ന നക്ഷത്രക്കാരായതുകൊണ്ട് തന്നെ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യാൻ ഒരു മടിയുമില്ലാത്തവരാണ് അഗ്നി നക്ഷത്രത്തിൽപ്പെട്ടത്. കഠിനാധ്വാനത്തിൻ്റെ ഫലമായിട്ട് തന്നെ ആയിരിക്കും ഇവരുടെ ജീവിതത്തിലെ നേട്ടങ്ങൾ മിക്കവാറും വന്നു ചേരുന്നതും എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഇവരുടെ ബാല്യ കൗമാരകാലങ്ങളിൽ പലവിധ ക്ലേശങ്ങളും അനുഭവിക്കുന്നവരായിട്ടാണ് പൊതുവെ കണ്ടുവരുന്നത്. അപൂർവം ചിലർ മാത്രം സാമ്പത്തികമായി ഉയർന്ന നിലവാരത്തിൽ ജനിക്കാറുണ്ടെങ്കിലും ഏകദേശം 75% പേരും സ്വയാർജിത ധനത്തോടു കൂടി ഉയർന്നു വരുന്നവരായിട്ടാണ് കണ്ടുവരുന്നത്. അതും കഠിനമായ പ്രയത്നത്തിൻ്റെ ഫലമായിട്ട് തന്നെ ആയിരിക്കും അഗ്നി നക്ഷത്രക്കാർ ജീവിതത്തിൽ ഉയർന്ന നിലവാരത്തിലൊക്കെ എത്തിച്ചേരുന്നത്. ഇവരുടെ മറ്റു ചില പ്രത്യേകതകളെന്ന് പറയാവുന്നത് ഇവർക്ക് ആരെയും സഹായിക്കാനുള്ള ഒരു മനോഭാവമുള്ളവർ തന്നെയാണ്. തങ്ങളെ സ്നേഹിക്കുന്നവരെയും തങ്ങൾ ഇഷ്ടപ്പെടുന്നവരെയും ഒക്കെ ഒരളവ് വരെ ഇവർ വളരെയേറെ സ്നേഹിക്കുകയും അവരുടെ ഏത് കാര്യങ്ങളിൽ ഇടപെടുകയും സഹായിക്കുകയും ഒക്കെ ചെയ്യാനുള്ള മനസ്സിൻ്റെ ഉടമകളാണ്. തങ്ങളുടെ സ്വന്തം കാര്യം പോലും പലപ്പോഴും മാറ്റിവെച്ച് അവർ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്ത് കാര്യങ്ങളും ചെയ്തു കൊടുക്കുവാൻ
ഇവർ ശ്രമിക്കാറുമുണ്ട്. പക്ഷേ പലപ്പോഴും സ്വന്തക്കാരിൽ നിന്നും വീട്ടുകാരിൽ നിന്നും ഒക്കെ ഇവർക്ക് പറയത്തക്ക ഗുണഫലങ്ങളൊന്നും ലഭിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഈ ഗ്രൂപ്പിൽപ്പെട്ട ചില നക്ഷത്രക്കാർക്ക് സ്വന്തം വീട്ടുകാരിൽ നിന്നും സ്വജനങ്ങളിൽ നിന്നുമൊക്കെ പൊതുവെ ദോഷകരമായ ഫലങ്ങൾ ലഭിക്കാറുണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. ഇവർ പൊതുവെ ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും അങ്ങനെ മനസ്സിൽ കൊണ്ടു നടക്കുകയോ പക വീട്ടാൻ ശ്രമിക്കുകയോ ഒന്നും ചെയ്യാറില്ല. എങ്കിലും ഇവരുടെ മനസ്സിനെ അലട്ടുന്ന ചില സംഭവങ്ങൾ ഉണ്ടായാൽ, അതായത് ഇവരുടെ അന്തസ്സിനെയോ ആത്മാഭിമാനത്തെയോ മുറിപ്പെടുത്തുന്ന രീതിയിൽ ആരെങ്കിലും പെരുമാറിയാൽ ആ പെരുമാറ്റത്തോട് ഇവർക്ക് ഒരു കാരണവശാലും അംഗീകരിക്കുവാനോ ക്ഷമിക്കുവാനോ സാധിക്കുന്നതല്ല. അത്തരം കാര്യങ്ങൾ ഇവർ മനസ്സിൽ കൊണ്ടു നടക്കുകയും അവർ അതിനെ പ്രതിപ്രവർത്തനം ചെയ്യാൻ കഴിയുന്ന സമയത്ത് ചെയ്യുന്നതുമായിരിക്കും. എന്ന് മാത്രവുമല്ല, ചില ബന്ധങ്ങൾ ഇവരിൽ നിന്ന് എന്നേക്കും അപ്രത്യക്ഷമാകാറുമുണ്ട്. കാരണം ഇവർക്ക് ചില കാര്യങ്ങളൊന്നും സഹിക്കാൻ പറ്റില്ല. അത് ജീവിത അവസാനം വരെയും കൂടെ കൊണ്ട് നടക്കുന്ന ഒരു സ്വഭാവ സവിശേഷത ഉള്ളവരും ഈ കൂട്ടത്തിലുണ്ട്. അതിൻ്റെ ഫലമായിട്ട് നല്ല ബന്ധങ്ങളൊക്കെ പലപ്പോഴും നഷ്ടപ്പെട്ടു പോകാറുമുണ്ട് ഈ നക്ഷത്രക്കാർക്ക് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഇവരുടെ ആരംഭകാലം ഞാൻ പറഞ്ഞല്ലോ ക്ലേശങ്ങൾ നിറഞ്ഞതൊക്കെ ആയിരിക്കുന്നു. അതിന് ശേഷം ഇവരുടെ 30 വയസ്സിന് ശേഷമൊക്കെ ജീവിതത്തിൽ പടിപടിയായി ജീവിതത്തിൽ ഉയർന്ന നിലവാരത്തിൽ എത്തിച്ചേരുന്നതായിട്ടാണ് കണ്ടുവരുന്നത്. എന്നിരുന്നാലും ഇടയ്ക്കിടയ്ക്ക് ഇവരുടെ ജീവിതത്തിൽ പലവിധ ക്ലേശങ്ങൾ വന്നു ചേരുന്നതായിരിക്കും. ഇവർ നല്ല ഉപദേഷ്ടാക്കളാണ്. നന്നായിട്ട് മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യാൻ കഴിവുള്ളവരുമാണ്. നല്ല മോട്ടിവേഷൻ സ്പീക്കേഴ്സാണ്. ഇവരിൽ നിന്നും അഡ്വൈസ് തേടാത്തവർ വളരെ കുറവായിരിക്കും. എന്തെങ്കിലുമൊക്കെ പ്രതിസന്ധി ഘട്ടങ്ങൾ ആർക്കെങ്കിലുമൊക്കെ വന്നു ചേർന്നാൽ ഇവരോട് വന്ന് ഉപദേശങ്ങൾ ചോദിക്കാറുണ്ട്. ഇവർ നല്ല ഉപദേശങ്ങൾ കൊടുത്തും നല്ല മോട്ടിവേഷൻ കൊടുത്തുമൊക്കെ അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാറുമുണ്ട് എന്നുള്ളൊരു പ്രത്യേകത ഈ നക്ഷത്രത്തിനുണ്ട്. പക്ഷേ ഇവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു ചേർന്നാൽ അതിനൊരു പോംവഴി കണ്ടെത്താൻ ഇവർക്കൊണ്ട് കഴിയുകയുമില്ല എന്നുള്ള ഒരു വ്യത്യാസം കൂടിയുണ്ട്. അന്നേരം ഇവർ വളരെ മാനസികമായ പ്രശ്നങ്ങളാൽ വിവശരാകുന്നവരായി കണ്ടുവരാറുണ്ട്. അത്തരം സന്ദർഭങ്ങളിൽ നല്ല ഉപദേശങ്ങളൊക്കെ ഇവർക്ക് അനിവാര്യമായി വരുന്നതുമായിരിക്കും. ഇവർക്ക് വളരെ ഇഷ്ടപ്പെട്ടവരിൽ നിന്ന് ഉപദേശങ്ങൾ സ്വീകരിക്കാൻ മടിക്കാറുമില്ല. ആ ഉപദേശങ്ങൾക്കനുസരിച്ച് പെരുമാറി അല്ലെങ്കിൽ പ്രവർത്തിച്ച് വീണ്ടും ജീവിതത്തിൻ്റെ പഴയ വഴികളിലൂടെയൊക്കെ സഞ്ചരിച്ച് വീണ്ടും ഉയർച്ചകളിലേക്ക് കയറി പോകുന്നതായിട്ടുമാണ് കണ്ടുവരുന്നത്. ഇവർക്ക് എല്ലാ ജീവജാലങ്ങളോടും കരുണയുള്ളവരാണ്. ഇവരെ കൊണ്ട് കഴിയുന്നിടത്തോളം ആരെയും സഹായിക്കാനാണ് ഇവർ ശ്രമിക്കുക. എങ്കിലും പക വീട്ടാനുള്ളതാണ് എന്ന് വിശ്വസിക്കുന്നവർ കൂടിയാണ് എന്ന ഒരു വ്യത്യാസം ഇവർക്കിടയിലുണ്ട്. പക്ഷെ ഇവരിൽ നിന്ന് സഹായം സ്വീകരിക്കുന്ന പലരും പിന്നീട് ഇവരെ തള്ളിപ്പറയുന്ന ഒരു സവിശേഷത കൂടി വന്നു ചേരാറുണ്ട്. അത്തരത്തിൽ ഇവർ പലപ്പോഴും മാനസികമായ നിരാശകളിൽ വന്നുപെടുകയും അത് അടുത്ത സുഹൃത്തുക്കളുമായിട്ടൊക്കെ ചിലപ്പോൾ പങ്കുവയ്ക്കാറുമൊക്കെ ഉണ്ട് എന്നുള്ളതാണ് ഒരു വസ്തുത. ഇവരുടെ വിവാഹ ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചാൽ പൊതുവെ ആൺപെൺ വ്യത്യാസം ഇവരുടെ വിവാഹ ജീവിതത്തെ കാണാവുന്നതാണ്. കാരണം പുരുഷന്മാരുടെ വിവാഹ ജീവിതം ഏറെക്കുറെ സന്തോഷകരവും സംതൃപ്തകരമായിട്ടൊക്കെ ആയിരിക്കും പോകുന്നത്. ഗ്രഹത്തിലേക്ക് ആനുപാതികമായ വിവാഹമാണെങ്കിൽ പറയത്തക്ക കുഴപ്പങ്ങളൊന്നും ഉണ്ടാവുകയില്ല. നേരെ മറിച്ച് ഇവരെ അംഗീകരിക്കാനും ഇവരുടെ സ്വാതന്ത്ര്യമായ പെരുമാറ്റത്തെ ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്യുന്നവരാണ് ഇവരുടെ പത്നിമാരെങ്കിൽ പലപ്പോഴും അത് പലതരം പ്രശ്നങ്ങളിൽ എത്തിച്ചേരുന്നതായിരിക്കും. അപൂർവം ചിലതൊക്കെ വിവാഹമോചനത്തിൽ വരെ എത്തിച്ചേരാറുമുണ്ട്. എന്നിരുന്നാലും പൊതുവെ പുരുഷന്മാരുടെ വിവാഹ ജീവിതം ഏറെക്കുറെ സുന്ദരമായി തന്നെയാണ് കടന്നു പോകുന്നത്. എന്നാൽ ഈ നക്ഷത്രത്തിൽ വരുന്ന സ്ത്രീകൾക്ക് പലപ്പോഴും വിവാഹ ജീവിതത്തിൽ പലതരം ക്ലേശങ്ങളും വന്ന് ഭവിക്കാറുണ്ട്. അതിൻ്റെ പ്രധാന കാരണം ഇവരെ കാര്യങ്ങൾ പലപ്പോഴും തുറന്നു പറയുന്നവരൊക്കെ ആയതുകൊണ്ടാവാം. മാത്രവുമല്ല ഇവരുടെ ചില സ്വഭാവ സവിശേഷതകൾ ഭർത്തൃ വീടുകളിൽ പലപ്പോഴും പല പ്രശ്നങ്ങൾ കാരണമായി തീരാറുണ്ട്. ഇതുകൊണ്ടൊക്കെ തന്നെ ഇവരുടെ വിവാഹ ജീവിതത്തിൽ പലപ്പോഴും പലതരം പ്രതിസന്ധികളും വന്ന് ഭവിക്കാറുണ്ട് എന്നുള്ളതാണ് ഒരു വസ്തുത. ഗ്രഹത്തിലേക്ക് നോക്കി അനുയോജ്യമായ വിവാഹങ്ങൾ തിരഞ്ഞെടുക്കുന്നവർക്ക് ഇത്തരം പ്രതിസന്ധികൾ കുറവായിരിക്കും എന്നുള്ളതാണ് ഒരു സത്യം.
ഇവർക്ക് അനുയോജ്യരായ സന്താനങ്ങളെ ലഭിക്കുന്നതായിരിക്കും. പ്രത്യേകിച്ച് ഈ അഗ്നിനക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് സന്താനങ്ങളെ കൊണ്ട് ഭാവിയിൽ വളരെയേറെ ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും ഉള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട്. മാത്രമല്ല ഇവർ നല്ല ഈശ്വരവിശ്വാസികൾ, പ്രത്യേകിച്ച് സ്ത്രീകൾ രൂഢമൂലമായ ഈശ്വരവിശ്വാസമുള്ളവരും അതുപോലെ തന്നെ പതിഭക്തി ഉള്ളവരുമൊക്കെയാണ്. ഈ ഈശ്വരവിശ്വാസം ഇവർക്ക് പലപ്പോഴും തുണയായി വരാറുമുണ്ട്. അപ്രതീക്ഷിത സാഹചര്യങ്ങളിലൊക്കെ ഇവർക്ക് ഈശ്വരവിശ്വാസം കൊണ്ടും ഈശ്വരാധീനം കൊണ്ടുമൊക്കെ പല പ്രതിസന്ധികളെയും മറികടക്കാൻ കഴിയുന്നതായിട്ടും കണ്ടുവരുന്നുണ്ട്. എങ്കിലും ഇവരെ ജീവിതത്തിലുടനീളം എന്തെങ്കിലുമൊക്കെ ക്ലേശങ്ങൾ ഇവരുടെ മനസ്സിനെ അസ്വസ്ഥമാക്കിക്കൊണ്ടേയിരിക്കും. അത് ഈ അഗ്നിനക്ഷത്രത്തിൽപ്പെട്ട എല്ലാവർക്കും വന്ന് ഭവിക്കുന്ന ഒരു കാര്യമാണ്. ഇവരുടെ മനസ്സ് അഗ്നി പോലെ ആയിരിക്കും, എപ്പോഴും ഇങ്ങനെ കത്തിക്കൊണ്ടേയിരിക്കും. കാരണം ഇവർക്ക് എപ്പോഴും ഈ കഠിനാധ്വാനികളായതുകൊണ്ട് ഒന്നിനു പുറകെ ഒന്നായി ഇവരിങ്ങനെ പ്രവർത്തന മേഖലകളിൽ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. ഇവർക്ക് ആഗ്രഹങ്ങൾക്ക് അതിരുകളില്ലാത്തവരാണെന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ ഇവർ ഒരിക്കലും എവിടെയെങ്കിലും മടിപിടിച്ചിരിക്കാനോ റെസ്റ്റ് എടുക്കാനോ ഒന്നും തയ്യാറായിരിക്കുകയില്ല. റെസ്റ്റ്ലെസ് വർക്കായിരിക്കും ഇവരിൽ മിക്കവരുടെയും. തുടർച്ചയായി ഇങ്ങനെ കർമ്മമേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. ചിലർ കുടുംബകാര്യങ്ങൾ പോലും മറന്ന് കർമ്മമേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരും ഈ കൂട്ടത്തിൽ വരാറുണ്ട്. ആ കഠിനാധ്വാനത്തിന് തക്കവണ്ണം പ്രതിഫലം ലഭിക്കാത്തത് കൊണ്ട് നിരാശരായി കഴിയുന്ന നിരവധി പേരെയും ഈ നക്ഷത്രത്തിൽ കാണാറുണ്ട്. എങ്കിലും ഏറെക്കുറെ എല്ലാവർക്കും കഠിനാധ്വാനത്തിൻ്റെ പ്രതിഫലം ലഭിക്കുന്നതും, എന്നിരുന്നാലും അവരുടെ ആഗ്രഹങ്ങൾക്ക് അതിരുകളില്ലാത്തതുകൊണ്ട് അവർ വീണ്ടും വീണ്ടും അടുത്ത പ്രവർത്തന മേഖലകൾ തേടി പോകുന്നതുമായിരിക്കും. ഇവരെല്ലാ പ്രവർത്തന മേഖലകളിലും നന്നായി ശോഭിക്കാൻ കഴിയുന്നവരാണ് എന്നുള്ളതാണ് ഇവരുടെ പ്രത്യേകത. ഇവർ നല്ല ബൗദ്ധിക സമ്പത്തിനുടമകളായിരിക്കും, ബുദ്ധിപരമായി ചിന്തിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്നവരായിരിക്കും എന്നുള്ളതാണ്. എന്നിരുന്നാലും എടുത്തുചാട്ടം ഒക്കെ ഈ ബുദ്ധിമാന്മാരാണെങ്കിൽ എടുത്തുചാട്ടം മൂലമൊക്കെ പലപ്പോഴും പല പ്രശ്നങ്ങളും വന്ന് ചേരാറുണ്ട്. ഇവരുടെ മറ്റൊരു കുഴപ്പമെന്ന് പറയുന്നത് സാമ്പത്തിക അച്ചടക്കം കുറവായിരിക്കുമെന്നുള്ളതാണ്. കയ്യിൽ സാമ്പത്തികം വന്നു ചേരുമ്പോൾ അത് ചെലവഴിക്കാൻ ഇവർ വളരെ സമർത്ഥരായിരിക്കും. പിന്നീട് സാമ്പത്തികമായ പല പ്രശ്നങ്ങളും പ്രതിസന്ധികളും അഭിമുഖീകരിക്കേണ്ടതായിട്ടും വരും. സമൂഹത്തിൽ നല്ല നിലയിൽ നിൽക്കണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ട് തന്നെ അവർ അതൊന്നും കാര്യമായി എടുക്കാറുമില്ല. എങ്കിൽ ഇത്തരം പ്രതിസന്ധികൾ ഇവരുടെ ജീവിതത്തിൽ ഉടനീളം കാണാവുന്നതാണ്. അതുപോലെ തന്നെ മാനസികമായ പല ക്ലേശങ്ങളും ഈ നക്ഷത്രക്കാരെ പലപ്പോഴും അലട്ടിക്കൊണ്ടേയിരിക്കും. ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് അതിങ്ങനെ അഗ്നിജ്വാല പോലെ പടർന്നുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് ഇവരുടെ ഒരു പ്രത്യേകത. എങ്കിലും പൊതുവേ ഇവരെ നമ്മൾ ഭാഗ്യവാന്മാരായിട്ട് തന്നെയാണ് കാണുന്നത്. പുറമേ നിന്ന് നോക്കുമ്പോൾ ഇവർക്ക് എല്ലാ സൗഭാഗ്യങ്ങളും ഉള്ളവരായിട്ടാണ് നമ്മൾ ഇവരെ കാണുന്നത്. ഒരർത്ഥത്തിൽ ഇവർ അത്തരത്തിൽ ഭാഗ്യവാന്മാരാണ് താനും. എങ്കിലും ഇത്തരം ചില പ്രശ്നങ്ങളാണ് ഇവരെ പലപ്പോഴും പല പ്രതിസന്ധികളിലും കൊണ്ടുവന്ന് എത്തിക്കുന്നത് എന്ന് പറയാവുന്നതാണ്. ഇവരെ എടുത്തു പറയാവുന്ന ചില സ്വഭാവ സവിശേഷതകൾ എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ കരുണ, ആരെയും സഹായിക്കാനുള്ള മാനസികമായ അവസ്ഥ, ആർക്കും മോട്ടിവേഷൻ കൊടുക്കാനും അതുവഴി അവരെ ജീവിതത്തിലേക്ക് കരപിടിച്ച് കയറ്റാനുമുള്ള അവരുടെ ആ ഒരു കഴിവിനെ അംഗീകരിക്കേണ്ടത് തന്നെയാണ്. അതുപോലെ തന്നെ കുടുംബ ബന്ധങ്ങളിൽ ഇവർ കൊടുക്കുന്ന പ്രാധാന്യം ഒക്കെയാണ് ഇവരുടെ ഏറ്റവും വലിയ പോസിറ്റീവ്നെസ് എന്ന് പറയാവുന്നത്. പ്രത്യേക സ്ത്രീകളുടെ ഈശ്വരഭക്തിയും അതുമൂലം അവർക്കുണ്ടാകുന്ന ഗുണകരമായ പല അവസ്ഥകളും ഒക്കെ ഇവർക്ക് വളരെ പോസിറ്റീവായിട്ട് ഗുണം ചെയ്യുന്ന കാര്യങ്ങളാണ്. എന്നാൽ ഇവർ നെഗറ്റീവ്നെസ് എന്ന് പറയാവുന്ന കാര്യങ്ങളിൽ എടുത്തുചാട്ടം പലപ്പോഴും ഇവർക്ക് പല പ്രതിസന്ധികളും ഉണ്ടാക്കാറുണ്ട്. പിന്നെ പ്രധാനമായിട്ടൊരു കാര്യം സാമ്പത്തിക അച്ചടക്കം പാലിക്കാത്തത് കൊണ്ടുണ്ടാകാവുന്ന സാമ്പത്തിക ക്ലേശങ്ങളൊക്കെയാണ് ഇവരുടെ ജീവിതത്തിൽ വന്നു ഭവിക്കുന്ന മറ്റു തരത്തിലുള്ള നെഗറ്റീവ്നെസ് എന്ന് പറയാവുന്നത്. അതുപോലെ തന്നെ ഇവർ സഹായിക്കുന്നവരിൽ നിന്ന് പലപ്പോഴും ഇവർക്ക് തിരിച്ച് പ്രതിഫലം ലഭിക്കാത്തത് കൊണ്ടുണ്ടാകാവുന്ന നിരാശകളൊക്കെ ഇവർക്ക് വന്ന് ഭവിക്കാറുമുണ്ട്. സ്ത്രീകളെ സംബന്ധിച്ചുള്ള വിവാഹ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെയാണ് ഇവരുടെ നെഗറ്റീവ് ഷെയ്ഡുകളെന്ന് പൊതുവെ പറയാവുന്ന കാര്യങ്ങൾ. ഇതൊക്കെയാണ് നക്ഷത്രത്തിൽപ്പെട്ടവരുടെ പൊതുവേ ഉള്ള ഫലങ്ങളായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത്. ഗ്രഹനിലയ്ക്ക് ആനുപാതികമായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം എന്ന കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഗ്രഹനില കൂടി പരിശോധിപ്പിച്ച് മുമ്പോട്ട് പോവുക. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ, സത്യമെന്ന് തോന്നുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ലൈക്ക് ചെയ്യാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. അഭിപ്രായങ്ങൾ അറിയിക്കുക. എല്ലാ അഗ്നിനക്ഷത്രക്കാർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന്
ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.